കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പാക്കിയതിന് പിന്നാലെ ലോക്ഭവനിലെത്തി ടി.വി.കെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര വിഷ്ണു ആർലേക്കറെ കണ്ട് വിജയ് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഗവർണറെ കാണാൻ ലോക്ഭവനിലെത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതേസമയം ടി.വി.കെക്ക് പിന്തുണ നൽകാമെന്ന് അറിയിച്ചിട്ടില്ലെന്ന് അണ്ണാ ഡി.എം.കെ പറയുന്നു. പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ല. ഇതോടെ ടി.വി.കെ നാളെ നടത്താനെന്ന് സത്യപ്രതിജ്ഞ ഇല്ലെന്നാണ് നിലവിൽ വരുന്ന സൂചനകൾ. കാരണം 118 മാജിക് നമ്പർ. അതെത്താൻ ഇനിയും 5 സീറ്റുകൾ അകലെയാണ് ടി.വി.കെ. കോൺഗ്രസിന്റെ പിന്തുണ കൂടി വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ 113 എത്തുന്നേയുള്ളൂ. സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര വിഷ്ണു ആർലേക്കർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. 118 പേരുടെ പിന്തുണ വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടെന്ന വിവരം, കേവല ഭൂരിപക്ഷം വേണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ടെന്ന് ഗവർണർ അറിയിച്ചതായും സൂചന വരുന്നുണ്ട്. മനേഷ് മൂർത്തി ചെന്നൈയിൽ ചേർന്നു. മനേഷ്, നാളെ സത്യപ്രതിജ്ഞ എന്ന വിജയുടെ ഈ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം അത് നടക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാകുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു 5 സീറ്റുകൾ അത് വിജയ്ക്ക് വലിയ ദൂരമുള്ളതല്ല. സുഹൈൽ, എന്തായാലും നാളെ സത്യപ്രതിജ്ഞ നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഗവർണറുടെ നിലപാട് തന്നെയാണ്. ഗവർണർ പറയുന്നത് 113 എന്ന് പറയുന്ന നമ്പറിൽ, ആ ഒരു നമ്പറിലേക്ക് എന്തായാലും ഒരു സർക്കാർ രൂപീകരണത്തിലുള്ള അനുമതി നൽകാൻ കഴിയില്ല. അത് തന്റെ തീരുമാനമല്ല, സുപ്രീം കോടതിയുടെ വിധി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള തീരുമാനത്തിലേക്ക് താൻ പോയത്. 118 പേരുടെ പിന്തുണ അതുണ്ടെങ്കിൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും ഗവർണറുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. ഇതോടെ ഈ പറഞ്ഞ രീതിയിൽ നാളെ നടക്കാൻ തീരുമാനിച്ചിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമോ എന്ന കാര്യത്തിൽ എന്തായാലും ഒരു അനിശ്ചിതാവസ്ഥ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നൊരു രാത്രി കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു 5 സീറ്റുകൾ കൂടി ടി.വി.കെക്ക് നേടാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നത്. മാത്രമല്ല, നാളെ തന്നെ കേരളത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നാളെ അദ്ദേഹം പോകുന്നതിന് മുൻപായി ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ 5 സീറ്റുകളുടെ ഒരു ഭൂരിപക്ഷം കൂടി, അല്ലെങ്കിൽ 5 സീറ്റുകളുടെ എണ്ണം കൂടി ഒപ്പിക്കാൻ വിജയ്ക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങ് നീളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ഇടതുപക്ഷ പാർട്ടികളുമൊക്കെയായി വിജയ് നിരന്തരമായി നടത്തിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷേ അതൊക്കെ കൃത്യമായി യോഗങ്ങൾ ചേർന്നതിന് ശേഷം മാത്രമേ ആ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്തായാലും 8-ാം തീയതി 9-ാം തീയതിയൊക്കെയാണ്. എന്തായാലും സത്യപ്രതിജ്ഞ നാളെ ഉണ്ടായിക്കില്ല എന്ന വിവരങ്ങളാണ് വരുന്നത്. നമ്മൾ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അത് ബിഡിക്കയിലേക്കാണ്. ഈ പറഞ്ഞതുപോലെ വലിയൊരു ഡ്രാമയൊന്നും തമിഴ്നാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. വേണമെങ്കിൽ ഗവർണർക്ക് സമ്മതിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റതിനു ശേഷം 10-15 ദിവസം ഫ്ലോർ ടെസ്റ്റിൽ തെളിയിച്ചാൽ മതി. പക്ഷേ അതിലേക്ക് തൽക്കാലം ഗവർണർ പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.